ഹലോ മക്കളെ, അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറി. അതിലെ മൂന്നാമത്തെ ടോപ്പിക്, അതായത് ട്രീറ്റി ഓഫ് വേഴ്സൈൽസും അതേപോലെ തന്നെ ഫാസിസം ആൻഡ് നാസിസം. ഈ രണ്ട് ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് പാർട്ടിൽ നമ്മൾ എന്താണ് കൊളോണൈസേഷൻ എന്നുള്ളത് നോക്കി, ക്യാപിറ്റലിസം നോക്കി, ഇമ്പീരിയലിസം നോക്കി, അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കുറച്ച് ഇമ്പാക്ട്സും മറ്റുമൊക്കെ നമ്മൾ നോക്കിയിരുന്നു. അതേപോലെ തന്നെ രണ്ടാമത്തെ പാർട്ടിനകത്ത് നമ്മൾ ഫസ്റ്റ് വേൾഡ് വാർ ഡിസ്കസ് ചെയ്തു. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പാർട്ടാണ് ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്, ദെൻ ഫാസിസം ആൻഡ് നാസിസം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ മൂന്ന് ടോപ്പിക്കുകളാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയസ് ആണ് ഈ ഒരു സെഷനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് വാസ് എൻ എക്സാമ്പിൾ ഓഫ് the vengeance against the defeated nations substantiate. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോക്കുന്നത്. ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിഫീറ്റഡ് നേഷൻസിനോടുള്ള ഒരു പ്രതികാരം ആവുന്നു എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് എന്നുള്ളതാണ്. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീസ് കോൺഫറൻസ് നടത്തിയിരുന്നു പാരീസിൽ വെച്ചിട്ട്. 1919 ഒരു പീസ് കോൺഫറൻസ്, ഒരു സമാധാന സമ്മേളനം ഒത്തുകൂടിയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിസ്കസ് ദ പോസ്റ്റ് വാർ സിറ്റുവേഷൻ. ഓക്കെ, സോ അതായത് ഒരു യുദ്ധം കഴിഞ്ഞതിൻ്റെ ഒരു സിറ്റുവേഷൻ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഒരു സമാധാന സമ്മേളനം ഇവിടെ വെച്ച് നടത്തിയത്, പാരീസിൽ വെച്ചിട്ട് 1919 നടത്തിയത്. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദ വിന്നിംഗ് അലൈസ് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ്. അതായത് ജയിച്ച രാഷ്ട്രങ്ങളുടെ ലീഡർഷിപ്പിലാണ് ഈ ഒരു സമ്മേളനം തന്നെ നടത്തുന്നത്. സോ ദേ സൈൻഡ് ഡിഫറെൻറ്റ് ട്രീറ്റീസ് വിത്ത് ദ ഡിഫീറ്റഡ് നേഷൻസ്. തോറ്റ രാഷ്ട്രങ്ങളുമായിട്ട് ഒരുപാട് ട്രീറ്റീസ് അവർ സൈൻ ചെയ്തിരുന്നു. എമംഗ് ദീസ് treaties, Versailles Treaty signed with Germany in 1919 was the important one. അപ്പോൾ ഈ പറയുന്ന ഡിഫറെൻറ്റ് ട്രീറ്റീസിൽ വേഴ്സൈൽസ് ട്രീറ്റി, ജർമ്മനി ആയിട്ട് 1919 സൈൻ ചെയ്ത വേഴ്സൈൽസ് ട്രീറ്റിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്. നമുക്ക് ഈ പറയുന്ന വേഴ്സൈൽസ് ട്രീറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്. സോ അക്കോർഡിംഗ് ടു ദിസ് ട്രീറ്റി, ജർമ്മൻ കോളനീസ് were divided among the victorious powers. അപ്പോൾ ഒന്നാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? ഈ ഒരു ട്രീറ്റി അനുസരിച്ച് ജർമ്മനിയുടെ കോളനികളെല്ലാം തന്നെ ജയിച്ച രാഷ്ട്രങ്ങൾ, വിക്ടോറിയസ് പവേഴ്സ്, ഡിവൈഡ് ചെയ്തെടുത്തു. ഇനി ജർമ്മനി വാസ് ഫോഴ്സ്ഡ് ടു പേ എ ഹ്യൂജ് എമൗണ്ട് ആസ് വാർ ഇൻഡെംനിറ്റി. ജർമ്മനിയോട് പറഞ്ഞു, നിർബന്ധിച്ച് അടയ്ക്കാൻ പറഞ്ഞു. എന്ത്? ഈ പറയുന്ന യുദ്ധത്തിന്റെ നഷ്ടപരിഹാരം മുഴുവൻ ആര് കെട്ടണം എന്ന് പറഞ്ഞു? ഈ പറയുന്ന ജർമ്മനിയോട് ഫോഴ്സ് ചെയ്ത് കെട്ടിപ്പിച്ചു. സോ ദ അലൈസ് ഒക്കുപ്പൈഡ് ദ റിച്ച് മൈൻസ് ഓഫ് ജർമ്മനി. ജർമ്മനിയുടെ റിച്ച് ആയിട്ടുള്ള മൈൻസ് എല്ലാം ഈ പറയുന്ന ജയിച്ച രാഷ്ട്രങ്ങൾ ഒക്കുപ്പൈ ചെയ്തു. ഓൾ വാർ ഗിൽറ്റ് വാസ് ഇമ്പോസ്ഡ് ഓൺ ജർമ്മനി. എല്ലാ യുദ്ധത്തിന്റെ കുറ്റങ്ങളും ആരുടെ തലയിൽ കെട്ടിവെച്ചു? ജർമ്മനിയുടെ തലയിൽ കെട്ടിവെച്ചു. ആൻഡ് വാസ് ഡിസ്ആംഡ്. എന്നിട്ട് എന്താണ്? നിരായുധീകരിക്കുകയും ചെയ്തു. ഒരു തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള പെർമിഷനും ജർമ്മനിക്ക് കൊടുത്തില്ല. ഇനി explain the causes and effects of the worldwide repression in 1929. അപ്പോൾ ലോകമാസകലം 1929 ഒരു സാമ്പത്തിക മാന്ദ്യം പിടിപെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കോസസും അതിൻ്റെ എഫക്ട്സും ആണ് ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം നമുക്ക് പഠിക്കാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ the United States provided massive loans to European countries devastated by World War I. World War Iൽ തകർന്ന യൂറോപ്യൻ കൺട്രീസിന് വലിയ തോതിലുള്ള ലോൺ പ്രൊവൈഡ് ചെയ്തിരുന്നത് ആരാണ്? നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്, USA ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. The basis of the global exchange has been the US dollar instead of the British pound. അപ്പോൾ ബ്രിട്ടീഷ് പൗണ്ട് ആയിരുന്നു മുന്നീട്. ഇപ്പോൾ എന്തായി മാറി? അത് US ഡോളർ ആയി മാറി. ഈ പറയുന്ന ഗ്ലോബൽ എക്സ്ചേഞ്ചിന്റെ മെയിൻ ബേസിസ് എന്ന് പറയുന്നത് അമേരിക്ക എമേർജ്ഡ് ആസ് എ ന്യൂ വേൾഡ് എക്കണോമിക് പവർ. അങ്ങനെ ബാക്കിയുള്ള രാഷ്ട്രങ്ങൾക്കൊക്കെ കൊടുത്ത് അമേരിക്ക ഒരു പുതിയ വേൾഡ് എക്കണോമിക് പവർ ആയി മാറി. സോ ദ പീപ്പിൾ ഹു വർ ബാങ്ക്രപ്റ്റഡ് ബൈ ദ വാർ വർ അൺഏബിൾ ടു ബൈ ദ ഗുഡ്സ്. അപ്പോൾ ആരൊക്കെയാണോ കടക്കെണിയിലായത് യുദ്ധം കാരണം, അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ പോലും വാങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലെ എത്തിച്ചെന്നു. സോ ഗുഡ്സ് വർ കെപ്റ്റ് unsold in factories. സാധനങ്ങളൊന്നും വിൽക്കപ്പെടാതെ ഫാക്ടറികളിൽ തന്നെ കെട്ടിക്കിടക്കാൻ തുടങ്ങി. കാരണം വാങ്ങാൻ ആളുകളുടെ കയ്യിൽ കാശില്ലാതെയായി. ഓക്കെ, സോ യൂറോപ്യൻ നേഷൻസ് failed to repay their debts to the USA. അപ്പോൾ USA ലോൺ കൊടുത്ത് യൂറോപ്യൻ കൺട്രീസിനെ സഹായിച്ചു. പക്ഷെ തിരിച്ച് യൂറോപ്യൻ നേഷൻസ് ഇത് തിരിച്ച് ആർക്ക് അടയ്ക്കണം? USAക്ക് തിരിച്ചടയ്ക്കണം. പക്ഷെ എന്താണ്? അവരുടെ കടം കാരണം അവർക്ക് അതൊന്നും അടയ്ക്കാൻ കഴിഞ്ഞില്ല. സോ ബാങ്ക്സ് കൊളാപ്സ്ഡ്. അതോടുകൂടി ബാങ്കുകളെല്ലാം കൊളാപ്സ്ഡ് ആയി. ഇൻഫ്ലേഷൻ became uncontrollable.
വിലക്കയറ്റം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറമായി മാറി. അക്യൂട്ട് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി, അങ്ങനെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും എല്ലാം കൂടി. ടു ഓവർകം ദിസ് ക്രൈസിസ്, ഈ ഒരു ക്രൈസിസ് ഓവർകം ചെയ്യാനായിട്ട് യൂറോപ്യൻ നേഷൻസ് അഡോപ്റ്റ് ചെയ്ത ഒരു സ്ട്രാറ്റജി ഓഫ് ഇമ്പോസിങ് ഹെവി ടാക്സസ് ഓൺ ദി കോളനീസ്. അപ്പൊ ഈ ഒരു ക്രൈസിസ് മറികടക്കാനായിട്ട് യൂറോപ്യൻ നേഷൻസ് എന്താ ചെയ്യുന്നത്? ഒരു പുതിയൊരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്തു. ഈ കോളനിയുടെ തലയിൽ വലിയ തോതിലുള്ള ടാക്സ് കെട്ടിവയ്ക്കാൻ അവര് ഇറങ്ങിത്തിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് എക്സ്പ്ലെയിൻ ദ കോസസ് ആൻഡ് എഫക്ട്സ് ഓഫ് ദി വേൾഡ് വൈഡ് റിസഷൻ ഇൻ 1929 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് അടുത്ത ഒരു മേജർ കോൺസെപ്റ്റിലേക്കാണ്. ഫാസിസം വാസ് എ പ്രൊഡക്റ്റ് ഓഫ് ദി ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഫാസിസം എന്ന് പറയുന്നത്. ഇത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വേൾഡ് വാർ ഡിവാസ്റ്റേറ്റഡ് ബോത്ത് ദ അലൈസ്. ജയിച്ച രാഷ്ട്രങ്ങളായിക്കോട്ടെ തോറ്റ രാഷ്ട്രങ്ങളായിക്കോട്ടെ ഇവരെല്ലാം നല്ല രീതിയിൽ തകർത്തിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ. സോ മെനി യൂറോപ്യൻ ഗവൺമെന്റ്സ് ലോസ്റ്റ് ദെയർ പവർ. ഒരുപാട് യൂറോപ്യൻ ഗവൺമെന്റ്സിന് അവരുടെ അധികാരം നഷ്ടപ്പെട്ടു. പീപ്പിൾ വർ ഇൻ മിസറി. ജനങ്ങളെല്ലാം ദുരിതത്തിലായി. അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി, ഇൻഫ്ലേഷൻ നൗഡ് ദെയർ എൻറ്റയർ സിസ്റ്റം. ഈ പറയുന്ന തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും വിലക്കയറ്റവും ഒക്കെ ആയപ്പോൾ മൊത്തത്തിലുള്ള സിസ്റ്റത്തെ തന്നെ അങ്ങോട്ട് തകിടം മറിച്ചു. ഫാസിസം കെയിം ടു പവർ ബൈ എക്സ്പ്ലോയിറ്റിംഗ് ദിസ് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി. അപ്പൊ ഈ ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, രാഷ്ട്രീയ അസ്ഥിരത മുതലെടുത്തുകൊണ്ട് എന്ത് വരികയാണ്? ഫാസിസം അധികാരത്തിൽ വരികയാണ്. ഫാസിസം ഇൻ ഇറ്റലി നോൺ ആസ് നാസിസം ഇൻ ജർമ്മനി. ഫാസിസം ഇറ്റലിയിലും നാസിസം ജർമ്മനിയിലും ഉടലെടുക്കുകയാണ്. എക്കണോമിക് ഡിസ്ട്രക്ഷൻ, റൈവൽറി അഗൈൻസ്റ്റ് ദ വിക്ടേഴ്സ്, aimlessness of government etc. facilitated these forces to grab power. അപ്പോൾ ഇറ്റലിയിലെ ഫാസിസവും ജർമ്മനിയിലെ നാസിസവും ഉടലെടുക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് എക്കണോമിക് ഡിസ്ട്രക്ഷൻ, സാമ്പത്തികപരമായിട്ടുള്ള തകർച്ച. ദെൻ റൈവൽറി എഗെയിൻസ്റ്റ് ദ വിക്ടേഴ്സ്, ജയിച്ച രാഷ്ട്രങ്ങൾ തമ്മിൽ തന്നെ ശത്രുത. ഓക്കെ, ദെൻ എയിംലെസ്നെസ് ഓഫ് ഗവൺമെന്റ്, ഗവൺമെന്റിന് എന്തില്ല? ഒരു ലക്ഷ്യബോധമില്ലായ്മ. ഇതെല്ലാം ഈ പറയുന്ന രണ്ട് രാഷ്ട്രങ്ങളും, അതായത് ജർമ്മനി ആയിക്കോട്ടെ ഇറ്റലി ആയിക്കോട്ടെ, ഫാസിസവും നാസിസവും ഉദയം ചെയ്യാൻ കാരണമായി. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പൊ പഠിച്ചോളൂ. ഇനി നമുക്ക് ഈ ഫാസിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ നോക്കാം. ഫസ്റ്റ് വൺ, ആന്റഗോണിസം ടു ഡെമോക്രസി. എന്താണ്? ഡെമോക്രസിയോടുള്ള എതിർപ്പ്. ദെൻ ഒപ്പോസിഷൻ ടു സോഷ്യലിസം, സോഷ്യലിസത്തോടും വിയോജിപ്പാണ്. ഗ്ലോറിഫൈങ് ദ നേഷൻ, സ്വന്തം രാഷ്ട്രത്തെ എന്താണ്? പ്രകീർത്തിച്ച് കാണിച്ചു. അഡോറിങ് ദ പ്യൂരിറ്റി ഓഫ് റേസ്, എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അവരവരുടെ വംശത്തോടുള്ള ആരാധന നിറഞ്ഞതായിട്ടുള്ള ഒരു സ്വന്തം വർഗത്തോടുള്ള ഒരു ആരാധന. ജസ്റ്റിഫൈങ് വാർ, യുദ്ധത്തെ എല്ലാം അവരെന്ത് ചെയ്തു? ജസ്റ്റിഫൈ ചെയ്തു. ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണലിസം ഡിഫ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡ് ചെയ്തു. ഡീഫൈങ് ദ പാസ്റ്റ്, എന്താണ്? നമ്മുടെ പാസ്റ്റിനെ ആരാധിച്ചിരുന്നു. ഓക്കെ, ദെൻ ഇൻഡോക്രിനേഷൻ ഓഫ് ഐഡിയോളജീസ് ത്രൂ ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിലൂടെയും ലിറ്ററേച്ചറിലൂടെയും എഡ്യൂക്കേഷനിലൂടെയും എല്ലാം ഉപദേശിക്കലാണ് പിന്നെ നടന്നത്. മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്, ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽസിനെ എല്ലാം തകർക്കുക. ഇതൊക്കെയാണ് ഈ പറയുന്ന ഫാസിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഒരുപാട് എണ്ണം ഉണ്ടെങ്കിലും മിനിമം ഒരു 5 എണ്ണെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് what are the circumstances under which the fascist party came to power in Italy. ഇറ്റലിയിലെ ഫാസിസ്റ്റ് പാർട്ടി ഉദയം ചെയ്യാൻ കാരണമായിട്ടുള്ള കുറച്ച് സാഹചര്യങ്ങളുണ്ട്. അത് എന്തൊക്കെ എന്നുള്ളത് നോക്കാം. So what are the circumstances under which the fascist party came to power in Italy? Italy got nothing though she was with the victors in the first world war. ഫസ്റ്റ് വേൾഡ് വാറിൽ ജയിച്ച രാഷ്ട്രങ്ങളുടെ ഒപ്പമായിരുന്നു ആര്? ഇറ്റലി. പക്ഷെ ജയിച്ച രാഷ്ട്രങ്ങളുടെ ഒപ്പമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടേണ്ടതാണ്. പക്ഷെ ഇറ്റലിക്ക് ഒന്നും കിട്ടിയില്ല. സോ പോസ്റ്റ് വാർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, യുദ്ധത്തിന് ശേഷം ഈ പറയുന്ന കമ്പനികൾ, ഇൻഡസ്ട്രീസ് എല്ലാം തകർന്നു. അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായി, ടാക്സ് കൂടി, ഇൻഫ്ലേഷൻ, വിലക്കയറ്റം ഉണ്ടായി. ഇതെല്ലാം ആയപ്പോൾ കെപ്റ്റ് പീപ്പിൾ എവേ ഫ്രം ദ ഗവൺമെന്റ്. കാരണം ഗവൺമെന്റിനോട് അടുക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഇതൊക്കെ. കാരണം ഇൻഡസ്ട്രീസ് തകരുക, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവുക, ടാക്സ് കൂടുക, ഇൻഫ്ലേഷൻ ഉണ്ടാവുക, ഇതെല്ലാം ഗവൺമെന്റിൽ നിന്ന് ജനങ്ങളെ അകറ്റി നിർത്തി. സോ industrialists in fear of Italy moving to socialism were promoted to support fascism. അപ്പോൾ ഇറ്റലി സോഷ്യലിസത്തിലോട്ട് മൂവ് ചെയ്യോ എന്ന് പേടിച്ചിട്ട് ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ത് ചെയ്തു? ഈ പറയുന്ന ഫാസിസത്തിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇതൊക്കെയാണ് circumstances under which the fascist party came to power in Italy. ഓക്കെ,
ഇനി നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മുസോളിനീസ് റൂൾ ദാറ്റ് സീസ്ഡ് പവർ ഇൻ ഇറ്റലി. അപ്പോൾ ഈ പറയുന്ന ഇറ്റലിയിൽ അധികാരം നേടിയെടുക്കാനായിട്ട് മുസോളിനിയുടെ റൂള് എങ്ങനെയാണ് മുസോളിനി അധികാരം നേടിയെടുക്കുകയാണ് ചെയ്തത് ഇറ്റലിയുടെ, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഡിക്റ്റേറ്റോറിയൽ മെഷേഴ്സ് വർ ടേക്കൺ ഇൻ ദ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് സെക്ടേഴ്സ്. അദ്ദേഹം ഏത് മെഷറാണ് ചൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിക്റ്റേറ്റോറിയൽ മെഷേഴ്സ് ആണ് എടുത്തത്, പൊളിറ്റിക്കൽ പാർട്ടിലും എക്കണോമിക് പാർട്ടിലും. സോ വയലൻസ് ആൻഡ് ഫെറോസിറ്റി വർ ദ സ്ട്രാറ്റജീസ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ പറയുന്ന വയലൻസും അതേപോലെ തന്നെ ഫെറോസിറ്റി, ക്രൂരതയൊക്കെയാണ് ഈ ഫാസിസ്റ്റുകളുടെ മെയിൻ മുഖമുദ്ര എന്ന് പറയുന്നത്. സോ സോഷ്യലിസ്റ്റ് ആൻഡ് ലീഡേഴ്സ് ഓഫ് പെസൻസ് ആൻഡ് വർക്കേഴ്സ് വർ പ്രൊക്ലെയിംഡ് ആസ് എനിമീസ് ഓഫ് ദ നേഷൻ. രാജ്യത്തിന്റെ ശത്രുക്കളായിട്ട് ആരെയൊക്കെയാണ് കണ്ടത്? സോഷ്യലിസ്റ്റുകളെയും പെസൻസിന്റെ ലീഡേഴ്സിന്റെയും വർക്കേഴ്സിനെയും ഒക്കെ രാഷ്ട്രത്തിന്റെ ശത്രുക്കളായിട്ടാണ് കണ്ടത്. ദോസ് ഹു ഒപ്പോസ് ദ ഫാസിസ്റ്റ് പാർട്ടി വർ എക്സിക്യൂട്ടഡ്. ആരൊക്കെയാണോ ഫാസിസ്റ്റ് പാർട്ടിയെ ഒപ്പോസ് ചെയ്തത് അവരെയൊക്കെ അങ്ങോട്ട് തീർത്തു. ഓക്കെ, സോ ദ എയിം ഓഫ് മുസോളിനി വാസ് ടു റീസ്റ്റോർ ആൻഷ്യന്റ് റോമൻ എംപയർ. ആൻഷ്യന്റ് റോമൻ എംപയർ വീണ്ടും തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് മുസോളിനിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ ഹി അഡോപ്റ്റഡ് സെവറൽ സിംബൽസ് ഓഫ് ആൻഷ്യന്റ് റോമൻ അഡ്മിനിസ്ട്രേഷൻ. ആൻഷ്യന്റ് റോമൻ അഡ്മിനിസ്ട്രേഷന്റെ ഒരുപാട് സിംബൽസ് അദ്ദേഹത്തിന്റെ ഈ ഒരു ഇറ്റലിയിൽ അധികാരം നേടിയപ്പോൾ അദ്ദേഹം കുറേ മെഷേഴ്സ് ഇവിടെ കൊണ്ടുവന്നു. യൂസിങ് ഹിസ് മിലിറ്ററി ഫോഴ്സ് ദ ബ്ലാക്ക് ഷർട്ട്സ്. അപ്പോൾ ഈ പറയുന്ന മുസോളിനിയുടെ ഒരു മിലിറ്ററി ഫോഴ്സിന്റെ പേരാണ് എന്ത്? ബ്ലാക്ക് ഷർട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മിലിറ്ററി ഫോഴ്സിനെ യൂസ് ചെയ്തിട്ട് മുസോളിനി സപ്രസ്ഡ് ദി ഒപ്പണൻസ് ത്രൂ ഫാസിസ്റ്റ് പോളിസിയിലൂടെ ഒപ്പണൻസിനെ എല്ലാം അടിച്ചമർത്തി. അപ്പൊ എന്താണ് ഇവരുടെ മുഖമുദ്ര? വയലൻസ് ആൻഡ് ഫെറോസിറ്റി. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി നമ്മൾ നോക്കുന്നത് വാട്ട് വർ ദ ഫീച്ചേഴ്സ് ഓഫ് മുസോളിനി റൂൾ ദാറ്റ് സീസ്ഡ് പവർ ഇൻ ഇറ്റലി. കുറച്ച് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു, ഇനി റിമൈനിങ് പോയിന്റ്സ് നമുക്ക് നോക്കാം. ഹിസ് അഗ്രസീവ് ഫോറിൻ പോളിസി. അഗ്രസീവ് ആയിട്ടുള്ള ഫോറിൻ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വിദേശ നയം ഉണ്ടാവും, പക്ഷെ അത് അതിര് കടന്നതായാലോ, തീവ്രമായിട്ടുള്ള ഫോറിൻ പോളിസി ആയാലോ, ലെഡ് ടു കൺകർ നേഷൻസ് ലൈക്ക് എത്യോപ്യ ആൻഡ് അൽബേനിയ എക്സെട്ര. ഇതുപോലെയുള്ള രാഷ്ട്രങ്ങളെ പിടിച്ചെടുക്കാൻ കാരണമായി. സോ ഇറ്റലീസ് റൺ ഫോർ ഡിക്റ്റേറ്റർഷിപ്പ് പാവ്ഡ് ദ വേ ഫോർ ദി ഔട്ട്ബ്രേക്ക് ഓഫ് അനദർ വാർ. അപ്പൊ ഡിക്റ്റേറ്റർഷിപ്പ് നേടിയെടുക്കാൻ വേണ്ടി ഇറ്റലിയുടെ ഓട്ടം കൊണ്ടുചെന്ന് എത്തിച്ചത് എന്തിലാണ്? മറ്റൊരു യുദ്ധത്തിലാണ്. സോ ഇനി നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് ഹിറ്റ്ലർ ദ ലീഡർ ഓഫ് നാസി പാർട്ടി കെയിം ടു പവർ ഇൻ ജർമ്മനി. ജർമ്മനിയിലെ നാസി പാർട്ടി ഉദയം ചെയ്യാനുണ്ടായ കാര്യങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ എന്തൊക്കെ? അപ്പൊ ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത കംപ്ലീറ്റ് പാർട്ടും എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഫാസിസവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഒരു ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഹിറ്റ്ലറിനെ, അതായത് നാസി പാർട്ടിന്റെ ലീഡറിനെ ജർമ്മനിയിൽ അധികാരം നേടാൻ സഹായിച്ചത്. അപ്പൊ അതിൽ ഒന്നാമത്തെ പോയിന്റ് ട്രീറ്റി ഓഫ് വേഴ്സായിൽസ്. ഓക്കെ, ദ ട്രീറ്റി ഓഫ് വേഴ്സായിൽസ് imposed by the victorious allies on Germany after the First World War. അപ്പൊ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ജർമ്മനിയുടെ തലയിൽ വിക്ടോറിയസ് ആയിട്ടുള്ള അലയൻസ്, ജയിച്ച രാഷ്ട്രങ്ങൾ വേഴ്സായിൽസ് ട്രീറ്റി കെട്ടിവെച്ചു. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത് എക്കണോമിക് ഡിസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്ലേഷൻ, സാമ്പത്തികപരമായിട്ടുള്ള തകർച്ചയും വിലക്കയറ്റവും. ദെൻ ഫെയിലിയർ ഓഫ് ജർമ്മൻ ഗവൺമെന്റ് ആൻഡ് ദ റിസൾട്ട് ആൻഡ് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, ജർമ്മൻ ഗവൺമെന്റിന്റെ തകർച്ചയും അതേപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള അസ്ഥിരതയും. ഓക്കെ, ഇതൊക്കെയാണ് ഈ പറയുന്ന ഫാക്ടേഴ്സ് ഈ പറയുന്ന നാസി പാർട്ടിയിലെ ലീഡറായിട്ട് ജർമ്മനിയിൽ അദ്ദേഹം അധികാരത്തിൽ വരാൻ കാരണമായത്. ഇനി ഹിറ്റ്ലറുടെ ഒറേറ്ററി സ്കിൽസ്, നല്ല രീതിയിൽ പ്രസംഗിക്കാനുള്ള കഴിവുണ്ട് ഹിറ്റ്ലർക്ക്. അതേപോലെ തന്നെ ഓർഗനൈസേഷണൽ എബിലിറ്റീസ്, സംഘാടന മികവുണ്ട്. ഇതൊക്കെ ആയപ്പോൾ ഈസിലി സക്സീഡഡ് ഇൻ ഗെയിനിങ് പോപ്പുലർ സപ്പോർട്ട്. ജനങ്ങൾക്കിടയിൽ നല്ലൊരു സപ്പോർട്ട് നേടിയെടുക്കാൻ ഹിറ്റ്ലർക്ക് കഴിഞ്ഞു. ഹി ഡിസ്മിസ്ഡ് ദ ഗവൺമെന്റ് ആൻഡ് ക്യാപ്ചേർഡ് പവർ. അപ്പൊ ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റിനെ ആൾ പിരിച്ചുവിട്ടു, എന്നിട്ട് അദ്ദേഹം അധികാരം നേടി. ഇനി നോക്കുന്നത് the features. What were the features of Hitler's rule in Germany? ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ റൂളിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റിനെയും ജൂസ് ആൻഡ് ഡെമോക്രാറ്റ്സ് were executed. ഇവരൊക്കെ അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്തു. സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ജൂസ് ആൻഡ് ഡെമോക്രാറ്റ്സ് were executed. Hitler held the Jews responsible for Germany's ruin and humiliation. അപ്പൊ ജർമ്മനി അനുഭവിക്കുന്ന ഈ പറയുന്ന പരിഹാസങ്ങൾക്കും നഷ്ടങ്ങൾക്കും എല്ലാത്തിനും കാരണം ആരാന്നാ പറഞ്ഞത്? ജൂതന്മാരാണ്, ജൂയിസ് ആണെന്നാ പറഞ്ഞത്. Jews were massacred en masse in specially built concentration camps. ഓക്കെ, അപ്പൊ ജൂതന്മാരെ എവിടെ വെച്ച് കൊന്നു? അതായത് വലിയ തോതിൽ കൂട്ടക്കൊല ചെയ്തു. എവിടെ? സ്പെഷ്യൽ ആയിട്ട് നിർമ്മിച്ച ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ചിട്ട് അവരെ കൂട്ടക്കൊല ചെയ്തു. ഇതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്?
അറിയപ്പെടുന്നത്? ഹോളോകാസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. എ മിലിറ്ററി ഫോഴ്സ്. അപ്പൊ നമ്മുടെ ഫാസിസത്തിന്റെ അല്ലെങ്കിൽ മുസോളിനിയുടെ മിലിറ്ററി ഗ്രൂപ്പിന്റെ പേര് ബ്ലാക്ക് ഷർട്ട്സ് ആയിരുന്നു. പക്ഷെ ഹിറ്റ്ലറുടെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ബ്രൗൺ ഷർട്ട്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സോ മിലിറ്ററി ഫോഴ്സ്, ബ്രൗൺ ഷർട്ട്സ് ആൻഡ് സീക്രട്ട് ആയിട്ടുള്ള ഒരു പോലീസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ജെസ്റ്റപ്പോ. ഓക്കെ, എന്താണ് ജെസ്റ്റപ്പോ എന്ന് പറയുന്ന ഒരു സീക്രട്ട് ആയിട്ടുള്ള പോലീസ് ട്രൂപ്പും അതേപോലെ തന്നെ ഒരു മിലിറ്ററി ഫോഴ്സ് ആയിട്ടുള്ള ബ്രൗൺ ഷർട്ട്സും were in charge of assaulting and massacring the Jews. ഈ പറയുന്ന ജൂതന്മാരെ കൊല്ലാനും മറ്റൊക്കെ ഈ പറയുന്ന സഹായങ്ങളും അല്ലെങ്കിൽ ഇതിനുള്ള ചുമതല ഏൽപ്പിച്ചിരുന്നത് ഈ രണ്ട് ഗ്രൂപ്പുകളെയാണ്. Hitler projected the purity of Aryan race and argued that Aryan should rule the world. അപ്പൊ ആര്യൻസിന്റെ റേസിന്റെ, അതായത് ആര്യവർഗത്തിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ ഒരു എന്താ പറയാ ഒരു ശുദ്ധതയെക്കുറിച്ച്, പ്യൂരിറ്റിയെ കുറിച്ചൊക്കെയാണ് ഹിറ്റ്ലർ കൂടുതൽ പ്രൊജക്ട് ചെയ്തത്. എന്നിട്ട് പറയുകയും ചെയ്തു എന്താണ്, ആര്യൻസ് ആണ് ലോകം ഭരിക്കേണ്ടത് എന്ന് വരെ പറഞ്ഞു. ആൻഡ് ഹി deified the Aryans ancestry of the Germans. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, ജർമ്മൻസ് എന്ന് പറയുന്നത് ആര്യൻസിന്റെ പിന്തലമുറക്കാരാണ് എന്ന് വരെ പറഞ്ഞു. ഓക്കെ, ഇനി ഹിറ്റ്ലറുടെ റൂളിന്റെ ബാക്കി ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഓൾ ദ പൊളിറ്റിക്കൽ പാർട്ടീസ് എക്സെപ്റ്റ് ദ നാസീസ് വർ ബാൻഡ്. നാസി പാർട്ടി ഒഴികെയുള്ള ബാക്കി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെയും ബാൻ ചെയ്തു, വേണ്ടെന്ന് വെച്ചു. ട്രേഡ് യൂണിയൻസും ബാൻ ചെയ്തു. മിലിറ്ററി സർവീസ് കമ്പൽസറി ആക്കി മാറ്റി. ഹിറ്റ്ലർ ഇൻസൈറ്റഡ് എ സ്പിരിറ്റ് ഓഫ് റിവെഞ്ച് എമംഗ് ദ ജർമൻസ് അഗെയിൻസ്റ്റ് ദ ടേംസ് ഓഫ് ദി ട്രീറ്റി ഓഫ് വേഴ്സായിൽസ്. ട്രീറ്റി ഓഫ് വേഴ്സായിൽസിൽ പറഞ്ഞിരിക്കുന്ന ടേംസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ജർമൻസിന്റെ മനസ്സിൽ ഒരു പ്രതികാരം ഹിറ്റ്ലർ കുത്തിവെച്ചു. ഓക്കെ, കാരണം ട്രീറ്റി ഓഫ് വേഴ്സായിൽസ് അത്രയും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതിനെതിരെ ജർമ്മൻകാരുടെ മനസ്സിൽ ഒരു പ്രതികാര ഭാവം ആരുണ്ടാക്കിയെടുത്തു? ഹിറ്റ്ലർ ഉണ്ടാക്കിയെടുത്തു. He used newspapers, radio, cinema and education systems widely to propagate the ideologies of Nazism. നാസിസത്തിന്റെ ഐഡിയോളജീസ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂസ്പേപ്പേഴ്സും റേഡിയോ, സിനിമ, എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതിനെല്ലാം വൈഡായിട്ട് യൂസ് ചെയ്തു. ഓക്കെ, ദെൻ ഹിറ്റ്ലർ അഡോപ്റ്റഡ് ആൻ അഗ്രസീവ് ആയിട്ടുള്ള ഫോറിൻ പോളിസി ഹിറ്റ്ലറും അഡോപ്റ്റ് ചെയ്തു. ആ ഒരു അഗ്രസീവ് ഫോറിൻ പോളിസിയിലൂടെ രണ്ട് രാഷ്ട്രങ്ങൾ അദ്ദേഹം പിടിച്ചെടുത്തു, ഓസ്ട്രിയയും ചെക്കോസ്ലോവാക്കിയയും. ഓക്കെ, ആൻഡ് ജർമ്മനി ഫോംഡ് അലയൻസ് വിത്ത് ഇറ്റലി ആൻഡ് ജപ്പാൻ. ഇറ്റലിയും ജപ്പാനുമായിട്ട് ചേർന്നിട്ട് ഒരു പുതിയൊരു അലയൻസ് ഈ പറയുന്ന ജർമ്മനി ഉണ്ടാക്കി. ആൻഡ് ഇറ്റ് വാസ് ഒപ്പോസ്ഡ് ബൈ അതർ കൺട്രീസ്. പക്ഷെ ഈ പറയുന്ന അലയൻസിനെ മറ്റ് രാഷ്ട്രങ്ങൾ ഒപ്പോസ് ചെയ്തു. അൾട്ടിമേറ്റ്ലി ദിസ് ലെഡ് ടു ദി ഔട്ട് ബ്രേക്ക് ഓഫ് അനദർ വേൾഡ് വാർ. അപ്പൊ ഫാസിസം ചെയ്ത കാര്യങ്ങളായിക്കോട്ടെ, നാസിസം ചെയ്ത കാര്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം കൊണ്ടുചെന്ന് എത്തിക്കുന്നത്, അവരുടെ അഗ്രസീവ് ആയിട്ടുള്ള ഫോറിൻ പോളിസി കൊണ്ടുചെന്ന് എത്തിക്കുന്നത് മറ്റൊരു വേൾഡ് വാറിലേക്കാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്തായിരിക്കും? മറ്റൊരു വേൾഡ് വാർ, ദാറ്റ് ഈസ് സെക്കൻഡ് വേൾഡ് വാർ. അത് ഇന്ന് മുതൽ ഇന്ന് വരെയാണ്, 1939 തുടങ്ങിയിട്ട് 1945 വരെയാണ് നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിനു മുമ്പായിട്ട് ഫാസിസം, നാസിസം, ട്രീറ്റി ഓഫ് വേഴ്സായിൽസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് പഠിച്ചിട്ട് എല്ലാവരും എത്തിക്കോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കല്ലേ മക്കളെ. ഒപ്പം കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേസ് സെഷൻ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അടുത്ത വീഡിയോക്ക് വെയിറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.